രാഷ്ട്രപതിയെ വരവേൽക്കാൻ പാലാ സെന്റ് തോമസ് കോളേജിലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കോളേജിലേക്ക് എത്തുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 4-ന് കോളേജിലെ ബിഷപ്പ് വയലിൽ ഹാളിലാണ് ചടങ്ങുകൾ നടക്കുക. 1950 പ്രവർത്തനം ആരംഭിച്ച പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് രാഷ്ട്രപതി കോളേജിലേക്ക് എത്തുന്നത്. കോളേജിന്റെ ആദ്യ ബാച്ചിലുണ്ടായിരുന്നത് 300-ലധികം വിദ്യാർത്ഥികളും 14 അധ്യാപകരും ഏതാനും അനധ്യാപകരുമാണ്. നിലവിൽ 15 UG പ്രോഗ്രാമുകളും 16 PG പ്രോഗ്രാമുകളും 11 ഗവേഷണ വിഭാഗങ്ങളുമാണ് കോളേജിൽ ഉള്ളത്. 2000-ൽ പരം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ അധ്യയനം നടത്തുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മുൻ വനം വകുപ്പ് മന്ത്രി NM ജോസഫ്, MG യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ AT ദേവസ്യ, പിന്നീട് MG വൈസ് ചാൻസലർമാരായ ഡോക്ടർ സിറിയക് തോമസ്, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ എന്നിവരും ഈ കോളേജിലെ അധ്യാപകരായിരുന്നു. ഇങ്ങനെ വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വലിയ സംഭാവനകളാണ് സെന്റ് തോമസ് കോളേജ് നൽകിയിട്ടുള്ളത്. 45 ഇന്റർനാഷണൽ അത്ലറ്റുകളെയും രാജ്യത്തിന് സംഭാവന ചെയ്തു. അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങളുമായി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് എത്തുമ്പോഴാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബിഷപ്പ് വയലിൽ ഹാളിൽ നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ജൂബിലി സെലിബ്രേഷൻസ്, പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസിന്റെ വാലഡിക്ടറി ഫംഗ്ഷൻ എന്ന ആ ചടങ്ങിലേക്കാണ് ഇന്ത്യയുടെ സമാരാധ്യയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു വന്നു ചേരുന്നത്. അത് ഞങ്ങൾക്കൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലത്ത് ഒരു കലാലയത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടമാണ് രാഷ്ട്രപതി തന്നെ കലാലയത്തിൽ വന്ന് ആ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി ആകുക എന്നുള്ളത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തുടങ്ങിയവർ സംസാരിക്കും. 800ഓളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. രാഷ്ട്രപതിയെ സ്വീകരിക്കാനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി കോളേജ് അധികൃതർ അറിയിച്ചു. പാലായിലെ പരിപാടികൾക്ക് ശേഷം കുമരകത്ത് താമസിക്കുന്ന രാഷ്ട്രപതി 24-ന് രാവിലെ കൊച്ചിയിലേക്ക് പോകും. അമൃത ന്യൂസ്, കോട്ടയം.